Hi my dear viewers, SHAMNA NAKSHATHRA 916 Gold and Diamonds. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടർക്കിഷ് ബാംഗിൾസ് ആണ്. മുക്കാ പവന്റെ നിങ്ങൾ എല്ലാവരും ടർക്കിഷ് ബാംഗിൾസ് ഒക്കെ കണ്ടിട്ടുണ്ടാവല്ലോ. പക്ഷേ നമ്മൾ മുക്കാ പവന്റെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയിട്ടില്ല, ഞാൻ ഷോപ്പിൽ വെക്കാറുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലെ മോഡൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല സുന്ദരമായ കയ്യിലൊക്കെ ഇട്ട് കാണിച്ചു തരാം. ഞാൻ എല്ലാ മോഡൽസും കാണിച്ചു തരാം. അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുക്കാ പവൻ, 6 ഗ്രാം ആ ഒരു വെയിറ്റിലാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 30,500 30,800 ആ ഒരു റേഞ്ചിലൊക്കെ ഏകദേശം വരും. അങ്ങനത്തെ കുറച്ചധികം മോഡൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഓഫറിൻ്റെ ആരും മറക്കരുത്. ജനുവരി 15 വരെയാണ് നമ്മുടെ ഓഫർ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വരിക. ഞാൻ കുറേ മോഡൽസ് ഓരോന്ന് വെച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ കാണാം. നോക്കിയേ, നല്ല ക്യൂട്ടായിട്ടല്ലേ, മുക്കാ പവനിലൊരു സിക്സാഗ് പോലെ ഡബിൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കമ്പി മോഡലിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ടർക്കിഷിൻ്റെ പ്രത്യേകത എന്താ, കുറേ കുഞ്ഞു ബൗൾസ് ഉണ്ടാവും. വൈറ്റ് ഗോൾഡ് ബോൾസും കൂടെ കുഞ്ഞു ഡോട്ട് ഡിസൈനിലാണ് വന്നേക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. ബാക്കിൽ നല്ല കൊളുത്തും കൂടെ, ഒരു കൊളുത്തൊക്കെ ഇട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അളവ് ഒരു വിഷയമേ അല്ല. വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ മോഡൽ കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അപ്പോൾ അടുത്ത മോഡൽ നോക്കിക്കേ, 2 ലെയറായിട്ട് വന്നിട്ട് ഗോൾഡ് ബോൾസും നമ്മുടെ വൈറ്റ് ഗോൾഡ് ബോൾസും കൂടെ മിക്സ് ആയിട്ട് കുഞ്ഞു ഡോട്ട് ഡിസൈൻസിൽ വന്നേക്കുവാണ്. 2 ലെയറിലാണ് നമുക്ക് മുക്കാ പവനിൽ വരുന്നത്. അത്രയും നല്ലൊരു സിമ്പിളായിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വേറൊരു മോഡലും കൂടെ, ആ ഒരു മോഡൽ തന്നെ, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കിക്കോ. കുഞ്ഞു ഡോട്ട് ഡിസൈൻ അല്ല വരുന്നത്, കുഞ്ഞു ബോൾസാണ് വരുന്നത്. കണ്ടോ, 2 ഡിസൈൻ. വൈറ്റ് ഗോൾഡിൽ 2 ഡിസൈനായിട്ടാണ് വന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണിത്. ഓക്കെ, ഇനി അടുത്തത് കണ്ടോ, അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ. നല്ലൊരു വെറൈറ്റി ആയിട്ട് ഫ്ലവർ മോഡൽ വരുന്നത്, 2 കൂടെ ജോയിൻ ചെയ്താണ് വരുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ നേരത്തെ 2 ലെയറിലായിട്ടാണ് ആ ബോൾസ് ഇരുന്നത്. പക്ഷേ ഇത് 2 കൂടെ നടുക്ക് ജോയിൻ ചെയ്തിട്ട് ഒരു ഫ്ലവർ പോലെ അല്ലേ, ത്രികോണം പോലെ വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ട് വന്നേക്കാം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇനി അടുത്തൊരു ഡിസൈൻ കണ്ടോ, ഇത് വിത്ത് ഹാങ്ങിങ്ങോട് കൂടി വന്നെ കുഞ്ഞു ലെയേഴ്സാണ് വന്നേക്കുന്നത്. ഒരു 5-6 ലെയേഴ്സാണ് ഫുള്ളും വന്നേക്കണം മുക്കാ പവനിൽ. എന്നിട്ട് ഫുൾ ബോൾസ് വന്നിട്ട് നിങ്ങളത് നോക്കിക്കേ, നല്ല ക്യൂട്ടായിട്ടല്ലേ. ആ ഒരു ഹാങ്ങിങ് കൂടെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഹാങ് ആയിട്ട് കിടക്കും, നല്ല ഭംഗിയായിരിക്കും. ഇനി അടുത്തൊരു ഡിസൈൻ, എല്ലാത്തിലും മറ്റേ നമ്മുടെ എസ് കൊളുത്താണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഊരിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിസൈൻ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ നേരത്തെ കണ്ട സിക്സാഗ് പോലത്തെയാണ്. പക്ഷേ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ, നല്ലതായിട്ട് വ്യത്യാസമായിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഇടയിൽ ബോൾസ് നേരത്തെ നമ്മൾ കണ്ട പോലത്തെ അല്ല, നല്ല വ്യത്യാസത്തിൽ കുറച്ചും കൂടെ അടുപ്പിച്ചാണ് ആ ലെയർ വന്നേക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ, കണ്ടോ, അടുത്ത നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ, നല്ല വേവ് പോലെ അല്ലേ, നമ്മൾ നല്ലൊരു വേവ് പോലെ നമുക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയിൽ തന്നെ വൈറ്റ് ഗോൾഡ് ബോളും കൂടെ ആയിട്ട് നമുക്ക് ഈ അറ്റം വരെ കേട്ടോ ഫുള്ളും നമുക്ക് ആ ഒരു വേവിലാണ് വന്നേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമല്ല, ഫുള്ളും ആ കൊളുത്തിൻ്റെ ഭാഗവും എല്ലാം ഫുൾ വേവി തന്നെയാണ് വന്നേക്കുന്നത്. ഒരു സൂപ്പർ ഡിസൈൻ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ അതിശയിച്ചു. ഒരു 6.5 ഗ്രാമിൽ വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു ഡിസൈനാണിത്. അടുത്ത നോക്കിയേ, നല്ല സൂപ്പർ ആയിട്ടുള്ള ഡിസൈൻ അല്ലേ. നമുക്ക് അതിശയിച്ചു, 6.5 ഗ്രാമിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്നതാണ്. കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇമ്പോർട്ട് ചെയ്ത മോഡൽ ടർക്കിഷിൽ തന്നെ നല്ല സൂപ്പർ, നല്ലൊരു ഭംഗിയിൽ അല്ലേ, ഇങ്ങനെ ഒന്നിൻ്റെ ചുറ്റും നമുക്ക് ഈ വള്ളിച്ചെടിയൊക്കെ നിൽക്കണ പോലെ അല്ലേ, ഒന്നിന് ചുറ്റും ഒന്നായിട്ട് നല്ലൊരു ഭംഗിയിൽ തന്നെ ഇരിക്കുന്നത്. ബാക്ക് പോർഷനിലും കൂടെ നിങ്ങൾ നോക്കിക്കോ, ആ കൊളുത്തിൻ്റെ പോർഷനും കൂടെ നല്ല ഭംഗി, അതേപോലെ തന്നെ ഇങ്ങനെ ചുറ്റി വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാവർക്കും.
ഓക്കെ. ഇനി അടുത്തൊരു ഡിസൈൻ. അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ. വി പോലെ തന്നെ. എന്നിട്ട് ഓരോ ജോയിൻറ്റും, അതായത് ഓരോ കോർണറിലും ആ ഒരു ബോൾസ് വന്നേക്കുക. കണ്ടോ? നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ? നല്ലൊരു ക്യൂട്ടായിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനാണ്. ഇനി അടുത്തൊരു മോഡല്. അടുത്തൊരു ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടല്ലേ, ഹാങ്ങിങ് വരുന്ന. അതിനകത്ത് ഹാങ്ങിങ് വൈറ്റ് ഗോൾഡൊക്കെ ഉൾപ്പെടുത്തിയാണ് വന്നത്. പക്ഷേ ഇതങ്ങനത്തെ അല്ല, ഫുൾ ഗോൾഡായിട്ട് ഹാങ്ങിങ് ആയിട്ട് വന്നേക്കുന്ന ഒരു റെയർ ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനാണിത്. കണ്ടോ? നല്ലൊരു ഭംഗിയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഹാങ്ങിങ്ങും കൂടെ വരുമ്പോൾ നല്ലൊരു ക്യൂട്ടായിരിക്കും. ഇനി അടുത്തൊരു ഡിസൈൻ. അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ. ഇതുപോലെ 2 ലെയറിൽ വന്നിട്ട് ഫ്രണ്ട് പോർഷനാണ് ഇതുപോലെ വൈറ്റ് ഗോൾഡും ഗോൾഡ് ബോളും കൂടെ മിക്സ് ആയിട്ട് നിൽക്കണം അല്ലേ? നല്ലൊരു ഭംഗിയിൽ തന്നെ. കണ്ടല്ലോ? അപ്പോൾ ഇങ്ങനെ ലെയർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ, ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ വലിയ ലെയർ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതേപോലത്തെ വേറെ വൈറ്റ് ഗോൾഡും ഗോൾഡ് ബോൾസും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടാകും. ഈ ഒരു ഡിസൈൻ നോക്കിക്കോ. കണ്ടോ? നടുക്ക് മാത്രം, മിഡിൽ പോർഷനിൽ മാത്രം വൈറ്റ് ഗോൾഡിൻ്റെ കുറച്ച് ഓവൽ മോഡൽ വന്നിട്ട് ബാക്കി ചുറ്റും ചെത്ത് പണിയിൽ അല്ലേ? നല്ല അടിപൊളിയായിട്ട് ഗ്ലേസിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത്. കണ്ടോ? ഓക്കെ. ഇനി അടുത്തൊരു ഡിസൈൻ. അടുത്തൊരു ഡിസൈൻ നോക്കിക്കേ. 2 ലെയറിൽ ഫുള്ള് നമുക്ക് നല്ല ഹാഫ് പോർഷനിൽ വൈറ്റ് ഗോൾഡും ഗോൾഡ് ബോളും കൂടെ ഫുൾ മിക്സ് ആയിട്ട് വന്നേക്കുക. നല്ലൊരു വെറൈറ്റി. ഈ ബോൾസിൽ തന്നെ ചെത്തുപണിയിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളത് നോക്കണം. ഈ ബോൾസിൻ്റെ ഡോട്ടഡ് ഡിസൈൻ ഉണ്ട്. അങ്ങനെ പല പല മോഡൽസിലാണ് നിൽക്കുന്നത്. ഇനി അതേപോലത്തെ അടുത്ത ഡിസൈൻ നമ്മൾ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ഡിസൈനാണിത്. ഇത് നോക്കിക്കേ. കണ്ടോ? റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും ഗോൾഡും എല്ലാം കൂടെ ഫുള്ളായിട്ട് മിക്സായി നിൽക്കുമ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ഒരു ഡിസൈനൊക്കെ? കണ്ടല്ലോ? ഇനി ഈ മോഡൽ നമുക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാ മോഡൽസും. അപ്പോൾ നമുക്ക് ഓൺലൈനിലാണെങ്കിൽ നമുക്ക് മേടിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടാലും മതി. ഓക്കെ. ഇനി അടുത്തൊരു ഡിസൈൻ നോക്കിക്കോ. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഡിസൈൻ, പക്ഷേ ഇതിൻ്റെ വ്യത്യാസം ഒന്ന് ഇടവിട്ടാണ് അതിൻ്റെ ബോൾസ് വന്നേക്കുന്നത്. നമുക്ക് ആ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ തന്നെ വെയ്റ്റിനും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടല്ലോ? ഇതേപോലത്തെ ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാവേ. ഇതേപോലത്തെ തന്നെ ദേ നിങ്ങൾ നോക്കിക്കോ. ഇത് കുറച്ചും കൂടെ അടുപ്പിച്ച് ഫുൾ ബോൾസ് വന്നിട്ട് ഇങ്ങനെ ആ വീൻ്റെ ഇടക്കാണ് വന്നേക്കുന്നത്. കണ്ടോ? ഇടക്കിടക്ക് ഹാഫ് പോർഷനുള്ളൂ. ബാക്ക് പോർഷൻ നമ്മൾ ഇടുമ്പോൾ പിന്നെ കാണില്ലല്ലോ, എന്നാലും ആ വേവ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നിങ്ങൾ നോക്കിക്കോ. അടുത്ത ഞാൻ ഡിസൈനും കൂടെ കാണിക്കാൻ പോകുന്നത് ഇതേപോലത്തെ, പക്ഷേ ആ ബോൾസിൽ വ്യത്യാസം ഉണ്ടാവും. പൊക്കത്തും താഴെ ഇങ്ങനെ ഇടവിട്ടാണ് വന്നേക്കണത്. പക്ഷേ ഈ ഒരു ഡിസൈൻ നോക്കിക്കോ നിങ്ങൾ. കണ്ടോ? ഒരേ പൊസിഷനിൽ തന്നെ, പൊക്കത്താണെങ്കിൽ താഴെയും അതേ ലെവലിൽ തന്നെ, എന്നിട്ട് ഒന്ന് ഇടവിട്ടിട്ട് അടുത്തത് അതേപോലെ തന്നെ വൈറ്റ് ഗോൾഡും ഗോൾഡ് ബോളും കൂടെ മിക്സ് ആയിട്ട് വന്നേക്കുന്നത്. കണ്ടല്ലോ? അപ്പം അത് തന്നെ കുറേ ഡിഫറൻസ് മോഡലുണ്ടാവും. നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ പല പല ഡിസൈൻസിൽ അത് വരുന്നുണ്ട്. ഇനി വേറൊരു സൂപ്പർ ഡിസൈൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ എല്ലാം ഡിഫറെൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. ഈ ഒരു ഡിസൈൻ നോക്കിക്കേ. മിഡിൽ പോർഷനിൽ വൈറ്റ് ഗോൾഡ് ബോളും കൂടെ വന്നിട്ട് പിന്നെ കുറച്ച് മാറി അങ്ങനെ പല പല പൊസിഷനിൽ നമ്മൾ 2 ലെയറിൽ തന്നെയാണ് വരുന്നത്. നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന ഡിസൈനായത്. അല്ല, പലർക്കും ലെയർ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇതേപോലെ വേവ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എല്ലാവർക്കും പലതും പല മോഡലായിരിക്കുമല്ലോ എല്ലാവർക്കും ഇഷ്ടം വരുന്നത്. ഇത് ഈ ഒരു ഡിസൈനും കൂടെ നിങ്ങൾ നോക്കിക്കോ. ഇത് നോക്കി നല്ല ക്യൂട്ടായിട്ടുണ്ട് അല്ലേ? കുഞ്ഞിങ്ങനെ ഡോട്ടഡ് ഡിസൈൻ. അത് കാരണം ഇങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കാണുമ്പോൾ ഒരു
എറിച്ച് നിൽക്കുക ഈ ഒരു ഡിസൈനൊക്കെ ഇടുമ്പോഴത്തേക്കും. കാരണം നമുക്ക് ഡെയിലി യൂസ് അല്ലല്ലോ ഇത്. നമുക്ക് എവിടെയെങ്കിലും ചെറിയ ചെറിയ ഫംഗ്ഷൻസിലാണെങ്കിലും വലിയ ഫംഗ്ഷൻസിലാണെങ്കിലും ഇതേപോലെ ലൈറ്റ് വെയിറ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻസൊക്കെ ഇട്ടാൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടല്ലേ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇത്. എല്ലാം 2 ലെയറിൽ തന്നെ ഉണ്ടാ വരുന്നത്. അതാണ് നിങ്ങൾ നോക്കണ്ടേ, 3/4 പവനിൽ 2 ലെയറിലാണ് വരുന്നത്. കണ്ടല്ലോ. ഇനി അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടെ നോക്കിക്കോ. ഇനി അതേപോലെ തന്നെ വേറൊരു ഡിസൈനും കൂടെ കണ്ടോ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ കുറച്ചും കൂടെ കുഞ്ഞു ഡോട്ടഡ് കുഞ്ഞായിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈനാണിത്. പ്ലെയിൻ ആയിട്ട് വൈറ്റ് ഗോൾഡും ചെത്ത് വരുന്ന ഒരു ഗോൾഡ് ബോളും കൂടെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനിൽ വരുന്നതാണ്. കണ്ടല്ലോ. ഇനി വേറൊരു ഈ ഡിസൈനും കൂടെ നോക്കിക്കോ. 2 ലെയറിൽ തന്നെ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാൻ വേണ്ടി ഞാൻ അടുപ്പിച്ച് വെക്കാം. 2 ലെയറിൽ തന്നെ നടുഭാഗത്ത് മാത്രം 3 നമ്മുടെ ഗോൾഡ് ബോൾസ്, പിന്നെ ഉള്ളത് നമുക്ക് വൈറ്റ് ഗോൾഡിൻ്റെ ബോൾസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3/4 പവൻ്റെ കളക്ഷൻസ്. കുറേ ഡിസൈൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് 3/4 പവൻ്റെ 2 ലെയറിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസൊക്കെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3/4 പവൻ്റെ നല്ല കിഡിലനായിട്ടുള്ള ടർക്കിഷ് ബാംഗിൾസുകൾ. നമുക്ക് അളവൊരു വിഷയമേ ഇല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ കുഞ്ഞു ബെല്ലൈക്കണും കൂടി അമർത്തണം. എന്നാലേ പുതിയ ഇതേപോലത്തെ ക്യൂട്ട് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത അടിപൊളി സൂപ്പർ വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും വരെ സൈനിങ് ഓഫ്. ഷംന ഷാനവാസ്, നക്ഷത്ര 916 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ വലിയ ജ്വല്ലറി.